2 ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ ദേവികുളം താലൂക്കിൽ പരക്കെ നാശം. ദേശീയപാതയിലടക്കം വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞും മരം നിലം പതിച്ചും ഗതാഗത തടസ്സമുണ്ടായി. മരങ്ങൾ മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ദേശീയപാതയിൽ കരടിപ്പാറ വഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണമുണ്ട്. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ തുറന്ന ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി വെള്ളം പുറത്തേക്കൊഴുക്കുകയാണ്. താലൂക്കിലെ ഉൾഗ്രാമങ്ങളിൽ വൈദ്യുതി ബന്ധം താറുമാറാണ്. മൂന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ദേവികുളം താലൂക്കിലാകെ പരക്കെ മഴ പെയ്യുന്നുണ്ട്. ഒട്ടുമിക്കയിടങ്ങളിലും ശക്തമായ കാറ്റ് വീശി. ദേശീയപാത 85-ൽ നേര്യമംഗലം റാണിക്കല്ലിന് സമീപവും ഇരുട്ടുകാനത്തിന് സമീപവും മരം നിലംപതിച്ച് ഗതാഗതവും വൈദ്യുതി ബന്ധവും താറുമാറായി. അഗ്നിരക്ഷാസേന മരങ്ങൾ മുറിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചു. മൂന്നാർ മറയൂർ റോഡിൽ എസ് വളവിന് സമീപം 8-ാം മൈലിലും മൂന്നാർ വട്ടവട റോഡിൽ എല്ലപ്പെട്ടിയിലും മരം വീണും മണ്ണിടിഞ്ഞും യാത്രാ തടസ്സമുണ്ടായി. ശല്യാമ്പാറ അമ്പഴച്ചാൽ റോഡിൽ മണ്ണിടിഞ്ഞ് യാത്ര തടസ്സപ്പെട്ടു. അടിമാലി രാജാക്കാട് റോഡിൽ പൊന്മുടിക്ക് സമീപം മരം വീണും ആനച്ചാൽ ആഡിറ്റ് ഭാഗത്ത് റോഡിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണും യാത്രാ തടസ്സമുണ്ടായി. കല്ലാറുകുട്ടി ഡാമിന് സമീപവും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലാർ മാങ്കുളം റോഡിൽ പീച്ചാടിന് സമീപവും മരം വീണ് യാത്രാ തടസ്സമുണ്ടായി. ദേശീയപാതയിൽ നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കരടിപ്പാറയ്ക്ക് സമീപം പാതയോരം ഇടിഞ്ഞ് അപകടാവസ്ഥയിലായതിനാൽ ഇതുവഴിയുള്ള യാത്രയ്ക്ക് നിയന്ത്രണമുണ്ട്. വാഹനങ്ങൾ ഇരുട്ടുകാനം ആനച്ചാൽ 2-ാം മൈൽ വഴി സഞ്ചരിക്കണം. താലൂക്കിലെ ഉൾഗ്രാമങ്ങളിൽ വൈദ്യുതി ബന്ധം താറുമാറാണ്. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ തുറന്ന ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. പുഴകളിലും മറ്റണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയർന്നു. മൂന്നാർ ഉൾപ്പെടെ വിനോദസഞ്ചാര മേഖല പാടെ നിശ്ചലമായി. ബോട്ടിംഗ് അടക്കം ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നിർത്തി. മൂന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മണ്ണിടിച്ചിൽ സാധ്യത മുമ്പിൽ കണ്ട് മൂന്നാർ നഗറിൽ താമസിച്ചിരുന്ന കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. അടിമാലി അമ്പലപ്പടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും കർഷകരുടെ 2000-ഓളം ഏത്തവാഴകൾ നശിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.